ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ കാപ്പിക്കുരും കാര്യങ്ങളൊക്കെ ചാടിക്കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മേലെ തോട്ടത്തിൽ ഉള്ള അവരെ കാപ്പിയാണ് കേട്ടോ. അപ്പോൾ നല്ല പഴുത്ത് നിൽക്കണുണ്ടായിരുന്നു. അവരെ അപ്പച്ചനുണ്ടായിരുന്ന സമയത്ത് ഏതെങ്കിലും ചെക്കന്മാരെയൊക്കെ വിളിച്ചിട്ട് അങ്ങനെ പറപ്പിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അവർ അപ്പച്ചൻ മരിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കാനൊന്നും ആളില്ലാത്തതുകൊണ്ട് അപ്പോൾ അതങ്ങനെ പഴുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അമ്മച്ചിനോട് പറഞ്ഞപ്പോൾ പറഞ്ഞു പറിക്കാൻ ആളെ കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ അവരെ മോനുണ്ട് ഇന്നലെ വന്നിട്ട് കൊമ്പ് വെട്ടിയപ്പോൾ കാപ്പിക്കുരു മുഴുവൻ താഴെ വന്ന് വീണു കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ അടിച്ചു വാരി കളയാൻ തോന്നുന്നില്ല, നിറയെ ഉണ്ട്. അപ്പോൾ ഒക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് പിന്നെ താഴ്ന്നൊക്കെ കുറേ പെറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പാക്കറ്റിലാക്കി വെച്ചിട്ട് അവർ കാണുമ്പോൾ എടുത്ത് കൊടുക്കാച്ചിട്ട് അങ്ങനെ ഞാൻ പാക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട്. ഇതുവരെ അവരെ കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ കുറേ ചുറ്റി വളഞ്ഞ് അങ്ങനെ കയറിക്കണം. അതിന് പോയിട്ടില്ല. ഞാൻ തുണി അലക്കി തോരടാൻ വാർപ്പിൻ്റെ മേലെ കയറുമ്പോൾ എടുത്തിട്ട് പോയാൽ അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചിട്ട് കൊടുക്കാച്ചിട്ടൊക്കെ പെറുക്കി വെക്കുകയാണ് കേട്ടോ. ഒരു 1/2 കിലോൻ്റെ അടുത്തുണ്ട് കേട്ടോ കാപ്പിക്കുരു. ഇനി കുറച്ചും കൂടി പെറുക്കാണ്ട്, അതും കൂടി പെറുക്കിയിട്ട് കവറിലിട്ട് വെച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അതാ അമ്മച്ചിനോട് അന്ന് ഞാൻ പറഞ്ഞു കാപ്പി എന്താ നിങ്ങൾ പറിക്കാത്തതെന്ന് ചോദിച്ചിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്നുണ്ടോ ചോദിച്ചു. നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, കാപ്പി പഴുത്ത് നിൽക്കണിട്ട് ചോദിച്ചതാണ് പറഞ്ഞിട്ട്. പിന്നെ അവരെ മോന് വെട്ടുമ്പോൾ പറയുന്നുണ്ട് അവർക്ക് ബുദ്ധിമുട്ടാകണ്ടല്ലോ, നമുക്ക് ഇവിടെ വെട്ടിക്കളയാന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അവർ വെട്ടിയത്. അപ്പോൾ താഴേക്ക് വീണതുകൊണ്ടാണ് തോന്നിട്ടോ അവർ കാപ്പിക്കുരു പെറുക്കാൻ വരാണ്ടെന്ന്. ഇത്രയും ചാടിയതല്ലേ, അപ്പോൾ നമ്മളൊന്ന് പെറുക്കി കൊടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. ഒരു ചെറിയ ഉപകാരം. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പണികളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ നൈറ്റി കുറച്ച് തയ്ക്കാൻ, ആ തയ്ച്ച് വെച്ചത് തന്നെ കുറച്ചുകൂടി പണിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് രണ്ടും നൈറ്റിയൊക്കെ തയ്ച്ച് വെച്ചു. അപ്പോൾ ഈ പ്രാവശ്യത്തെ പെരുന്നാളിന്, ചെറിയ പെരുന്നാളിന് പിന്നെ 2 നൈറ്റിയൊക്കെ ഞാൻ ആദ്യമേ തയ്ച്ച് വെച്ചുട്ടോ. കഴിഞ്ഞ പ്രാവശ്യം എടുത്ത നൈറ്റിയും പിന്നെ ഇപ്പോൾ തുണി നമ്മൾ കൊണ്ടുവന്നിന്നൊരു തുണി എടുത്തതും കൂടിയിട്ടാണ് തയ്ച്ചിരിക്കണത്. അപ്പോൾ എപ്പോഴും നമ്മളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഉണ്ടെങ്കിൽ വേഗം തയ്ച്ച് വെക്കും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും തയ്ക്കാനൊക്കെ കിട്ടുകയാണെങ്കിൽ പിന്നെ നമ്മളത് പണി നടക്കില്ലല്ലോ. ഇവിടെ കിട്ടുമോയെന്നൊന്നും അറിയില്ല കേട്ടോ. എന്നാലും നമ്മളെ പണി അങ്ങോട്ട് മുഴുവനാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമാണല്ലോ. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തേക്ക് ചിക്കൻ റോൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് മോള് റെസിപ്പിയൊക്കെ നോക്കി വെച്ചിട്ട് അപ്പോൾ മാവൊക്കെ കുഴച്ച് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ അതിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ മോൾ തന്നെ ഉള്ളി ഇതൊക്കെ വെട്ടിയിട്ട് അവൾ തന്നെ കേട്ടോ മസാല ഉണ്ടാക്കുന്നതൊക്കെ. അപ്പം മസാലയും കാര്യങ്ങളൊക്കെ അവൾ തന്നെ ഉണ്ടാക്കി, ചിക്കൻ റോളൊക്കെ അവൾ തന്നെ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ലൈവ് ഇടാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ലൈവ് ഇട്ടുകൊണ്ട് വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തേക്ക് പഴം കിട്ടിയിരുന്നു, അതും പുഴുങ്ങി ചിക്കൻ റോളും പപ്പാളിയും വത്തക്കയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം മോളോട് വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ ഓളെ വീഡിയോ എടുക്കൽ ഇങ്ങനെയാണ് കേട്ടോ. അതാണ് പിന്നെ ഇങ്ങനെയുള്ളത്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.